ഇങ്ങനൊരു കാര്യം പറയാന്ന് വെച്ചാ ഞാൻ എൻ്റെ മോളോട് എന്താ പറയാ, ഈ നാട്ടുകാരോട് എന്താ പറയാ? നളിനി വന്ന് ബഹളുണ്ടാക്കിയപ്പോഴൊക്കെ എതിർത്തതും തോൽപ്പിച്ചതൊക്കെ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ടിപ്പോ എന്താ എൻ്റെ മോളെ വേണ്ടാതെ നോക്കാൻ? നിങ്ങൾക്കൊക്കെ ജീവിതത്തിലെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കളിയായിരിക്കാം, പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവമൊക്കെ അതല്ല. എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തേ? എന്താ ഞാൻ ചെയ്തേ? അമ്മ ഇത് മുമ്പേ വേണ്ടെന്ന് വെക്കേണ്ടതായിരുന്നു. അല്പം വൈകിയാണെങ്കിലും അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് കാര്യങ്ങള്? നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് തന്ന പണം തിരിച്ചു തന്നാ മതി. നന്നായി. കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞല്ലോ, നന്നായി. വൈകിട്ടത്തേക്ക് തീർക്കണേടാ, ഒന്നാണെങ്കിൽ പണിയെടുത്തോ. നീ നേരെ ബാങ്കിലേക്ക് പോയി പണം ഡെപ്പോസിറ്റ്. അപ്പൊ സ്റ്റോക്ക് എടുക്കാൻ പോകണ്ടേ? ബാങ്കിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് വാടാ, എന്നിട്ട് ഒരുമിച്ച് പോവാം. ഹലോ. ആ, നളിനി ഏട്ടാ, ഏട്ടൻ തിരക്കിലാണോ? ഇല്ല, ഞാൻ പാടുതാ, നീ പറഞ്ഞോ. ഏട്ടന് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്താ? വലിയ കൊമ്പത്തുന്നേ നമ്മുടെ ഏട്ടൻ മോൾക്കൊരു കല്യാണാലോചന നടത്തിയിരുന്നല്ലോ. അവരെ കണ്ടപ്പോഴാണല്ലോ എന്നെ മോനെയും ഏട്ടൻ അടിച്ചിറക്കിയത്. ഇത്ര വലിയ വീട്ടിൽ പോയി കല്യാണം ഉറപ്പിച്ചത് എന്തിനാ? എന്നെ തോൽപ്പിക്കാനാണോ? അല്ല, അത് ഏട്ടനോടുള്ള വാശിയാ. എന്തു വാശി? സദാനന്ദേട്ടന്റെ ധാരണ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാ ഏട്ടൻ അങ്ങ് തളർന്നു വീഴുമെന്നല്ലേ. പകരം സംഭവിച്ചെന്താ? ഏട്ടന്റെ ബിസിനസ് അടിവെച്ച് പോകും. ഇത്ര വലിയൊരു മാർക്കറ്റ് ഏട്ടന്റെ കയ്യിലുണ്ട്. പോരാത്തേന് എത്ര ഏക്കർ പാടാ ഉള്ളത്. അതൊക്കെ നമ്മുടെ ഏട്ടന് സഹിക്കുവോ? അപ്പോ എന്തെങ്കിലും വഴിയില് ഏട്ടനേക്കാൾ വലിയ ആളാവണം. നിശ്ചയത്തിന് സുധിയെ കൂട്ടാൻ പോകുമ്പോ ഏട്ടന്റെ അഹങ്കാരം നിങ്ങൾ എല്ലാവരും കണ്ടാണല്ലോ. അപ്പോഴേ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ശരി, നീ ഇപ്പൊ വിളിച്ച കാര്യം പറ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ നമ്മുടെ ഏട്ടന്റെ ആ സ്വപ്നവും തകരാൻ പോവാ. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. കല്യാണം നടത്താനല്ല, കല്യാണം നടക്കൂലെന്ന് പറയാനാ. നീ സത്യമാണോ ഈ പറയുന്നേ? അതെ ഏട്ടാ, എന്തായാലും ഒരു കാര്യം ഉറപ്പാ. അങ്ങനെ ഒരു അടി കിട്ടിയാ അച്ഛനും മോളും പിന്നെ തല ഉയർത്തില്ല. ചെലപ്പോ ഇന്ന് രാത്രി തന്നെ രണ്ടും കൂടി കെട്ടിത്തൂങ്ങി ചത്തുന്നും വരും. മനസ്സിലാക്കട്ടെ, നളിനിയോടും ശിവാനന്ദനോടും കളിച്ചാ പിന്നെ എന്താ ഉണ്ടാവാൻ പോകുന്നേന്ന്. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി സുധി, നീ വണ്ടി എടുത്ത. എന്താ വെച്ചാ? നീ വണ്ടി എടുക്ക്, വലിയച്ഛൻ്റെ വീട്ടിലേക്കാ. എന്തായാലും ശരി, ഒളിഞ്ഞു നിന്നാണെങ്കിലും അവര് പടിയിറങ്ങി പോകുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം. ഞങ്ങൾക്ക് മുൻപിൽ വേറെ വഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കിയല്ലേ പറ്റൂ. അതെ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കണമല്ലോ. ഞങ്ങളുടെ തല എല്ലാവർക്കും ചവിട്ടി താഴ്ത്താനുള്ളതാണല്ലോ. എന്താ അച്ഛാ? എന്താ അമ്മേ? അമ്മയിന്ന് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായേനെ. ഇനി അവര് വരില്ല മോളെ. ഇപ്പൊ അവര് വന്നത് ഈ ബന്ധം അവസാനിച്ചു എന്ന് പറയാന്. എന്താ കാരണം? എന്റെ ഭാഗത്തുനിന്നോ അച്ഛന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും തെറ്റുപറ്റിയോ? അമ്മേ, ഞാനിപ്പോ ചെറിയ ജോലികൾക്ക് പോകുന്നുണ്ട്. അതില് നാണക്കേട് തോന്നിയിട്ടാണോ? അമ്മയുടെ തീരുമാനത്തിന്
ആരും പ്രത്യേകിച്ച് കാരണമൊന്നും ചോദിക്കണ്ട. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ വിവാഹം നടക്കില്ല. അമ്മ പറയേ, പെൺകുട്ടികൾ തലതാഴ്ത്തി നടക്കാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞു തന്നത് അമ്മ തന്നെയാ. ന്യായം ചോദിക്കേണ്ടടുത്ത് അത് ചോദിക്കുന്നെന്ന് പറഞ്ഞു തന്നതും അമ്മയാ. എനിക്കിതിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. പറയമ്മേ. ഇനി അമ്മയെന്നുള്ള ഈ വിളി വേണ്ട. മനസ്സിലായോ? മനസ്സിലായില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് പെണ്ണുറപ്പിക്കാനും അതുപോലെ തന്നെ പിന്മാറാനും ഞാനും എന്റെ അച്ഛനും അത്രയ്ക്ക് വിലയില്ലാത്തവരാണോ? എന്റെ അച്ഛൻ ദരിദ്രനാ. പക്ഷെ അഭിമാനം വിട്ട് ഒന്നും എന്റെ അച്ഛൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം പറയാതെ ഇറങ്ങിപ്പോയാല് എന്റെ അച്ഛനെ നിങ്ങൾ അപമാനിക്കുന്നു എന്നർത്ഥം. അങ്ങനെ പോവാൻ ഞാൻ വിടില്ല. ഞാൻ പഠിപ്പിച്ചു തന്ന മിടുക്ക് എന്നോട് തന്നെ പ്രയോഗിക്കുകയാണോ? ഇതല്ല, ഇതിലും വലിയ വാക്കുകൾ കൊണ്ട് തടഞ്ഞാലും ഈ വിവാഹം ഇനി നടക്കില്ല. വന്നു കയറിയ വിരുന്നുകാരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാട്ടെ. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം വേണ്ടെന്ന് വെക്കാനാ അമ്മയും മോനും ഇവിടെ വന്നേന്ന് അറിഞ്ഞു. അതിന് തനിക്കെന്താ? ഞങ്ങൾ ചിലപ്പോൾ വിവാഹം ഉറപ്പിക്കും, ഞങ്ങൾക്ക് തോന്നിയ അതിൽ നിന്ന് പിന്മാറും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്കെന്താ അവകാശം? എന്റെ അവകാശം നിങ്ങൾ അന്വേഷിക്കണ്ട. എന്തെങ്കിലും ഒരു മുടക്ക് ഉണ്ടായാ ശിവാനന്ദൻ ഒരു വരവങ്ങ് വരും നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക്. പിന്നെ ഇടിച്ച് നിരത്തുമെല്ലാം കൂടി. അത്രയ്ക്ക് ചങ്കൂറ്റുണ്ടെങ്കിൽ നിങ്ങൾ വാ. വീടിടിച്ച് നിരത്താൻ പോയിട്ട് അടിച്ചു വരുന്ന പറമ്പിൽ പോലും താൻ കാലുകൂത്തില്ല. സുധി, എന്നാ പിന്നെ അമ്മയും മോനും ഇവിടുന്ന് പോവണ്ട. എന്റെ ഭഗവാനെ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ശിവാനന്ദ, ഇനി ഉമ്മറത്തേക്ക് ഇല്ലാന്നും പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു പോയാനാ നീ. ഇവിടെ എന്ത് സംഭവിച്ചാലും അതന്വേഷിച്ച് നീ കയറി വരേണ്ട ആവശ്യമില്ല. ഏട്ടനൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങളെ ഒരേ രക്തമാ, ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളും കാണും എന്ന് കരുതി ഏട്ടനൊരു വേദന വരുമ്പോ ഞങ്ങൾ നോക്കിക്കണോ? ഈ വീട്ടുമുറ്റത്ത് നിന്ന് നിങ്ങൾ വാക്കുകൊടുത്ത് വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഈ നിൽക്കണം നിങ്ങളുടെ മകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ശിവാനന്ദനാ പറയുന്നേ. ചെറിയച്ഛനൊന്നും പോകുന്നുണ്ടോ? ഇത്രയും കാലം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ചെറിയച്ഛനെ. എന്നിട്ടിപ്പോ എന്തിനാ കേറി വന്ന്? ഞാനൊന്നിനും കയറി വന്നല്ല മോളെ. എനിക്ക് നീയും ഇവനും എന്റെ മക്കളാ. പരസ്പരം കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പലതവണ ഞാൻ കണ്ടിട്ടുമുണ്ട്. അന്നൊന്നും എന്റെ മക്കളെ ഞാൻ ശാസിച്ചിട്ടില്ല, തടഞ്ഞിട്ടില്ല.
അത് നിങ്ങൾ സഹോദരങ്ങളാണെന്നുള്ള എന്റെ തിരിച്ചറിവുകൊണ്ടാ. ഈ ഉമ്മറത്തേക്ക് എത്തിയപ്പോഴേക്കും ഇങ്ങർക്ക് പ്രാന്തായോ? വഴക്കുണ്ടാക്കാൻ മാത്രം കയറി വരുന്ന രക്തബന്ധത്തിന് ഞാൻ വലിയ വിലയൊന്നും കൊടുക്കാറില്ല. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ ഇറങ്ങാണ്. അമ്മേ, അമ്മേ, ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ അച്ഛൻ പറയുമ്പോൾ എനിക്കത് ഇഷ്ടമാകാറില്ല. പക്ഷേ എൻ്റെ പെങ്ങളെ ഉപേക്ഷിച്ച് പോകാനാണ് അമ്മയുടെ തീരുമാനമെങ്കിൽ അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വരും. എന്നുവെച്ചാ നീ എൻ്റെ അമ്മയെ തടയോടാ. ടോപ്പ്, തടയോടാ, എന്നാ തടയടാ. എടാ മോനെ, അച്ഛനമ്മമാരും ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് തിന്നുന്നതിന്റെയോ ആയിരങ്ങൾ എണ്ണിക്കൊടുത്ത് ജിമ്മിൽ പോകുന്നതിന്റെ ബലം മാത്രമേ നിന്റെ കയ്യിലുള്ളൂ. ഈ ശിവാനന്ദന്റെ കൈയുണ്ടല്ലോ, മാർക്കറ്റിൽ പണിയെടുത്ത കയ്യാ. എമ്മാടിത്തരം കാണിക്കുന്നവന്റെ മുഖം അടിച്ചടിച്ച് ഉറച്ച കയ്യാ. ഒരെണ്ണം കിട്ടിയാ നീ താങ്ങില്ല. മതി, ഇനി ഇവിടെ ഒരു ബഹളം വേണ്ട. വന്നവർ മടങ്ങിപ്പോട്ടെ. ഞാൻ എൻ്റെ മോളും തോക്കുന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ തോറ്റു കിടക്കുകയല്ലേ. അമ്മ പൊയ്ക്കോ. ഏട്ടാ, ഏട്ടാ, എന്തുപറ്റി? അമ്മവാ, അച്ഛാ, ഏട്ടാ, എന്താ? ദേ, ഏട്ടനിങ്ങനെ താങ്ങി നിർത്താൻ ഞാനുള്ളപ്പോ ഒരാളും ഏട്ടനെ തോൽപ്പിക്കില്ല. കള്ളം. നിങ്ങളുടെ ഉള്ളില് അത്രയൊക്കെ സഹോദര സ്നേഹം ഉണ്ടോ? ഉണ്ട്. എപ്പോഴും ഒരു വൈരാഗ്യത്തിന്റെ പേരില് ഏട്ടനോട് പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഏട്ടനെ കണ്ട ഓരോ കാഴ്ചയിലും ഏട്ടനെ അടുത്ത് കാണുമ്പോ ദാ ഇതുപോലെ ചേർത്ത് പിടിക്കണമെന്ന് ഒത്തിരി വട്ടം കരുതിയതാ. പക്ഷെ പറ്റിയില്ല. ദുരഭിമാനം സമ്മതിച്ചില്ല. പക്ഷെ എന്നെ ഏട്ടനെ എനിക്കിഷ്ടം, ദൈവത്തെ പോലെ ഇഷ്ടം. ശിവാനന്ദൻ നിങ്ങളുടെ മുമ്പിൽ ആണായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ എന്റെ ഈ ഏട്ടനാ. ഇനി മുതൽ ഞാൻ ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏട്ടന്റെ എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കാൻ പോകുന്നത് ഞാനാ. ഞാനായി പറയുന്ന നിങ്ങളുടെ മകനുമായിട്ട് നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് നിത്യയുടെ കല്യാണം അവളുടെ ചെറിയച്ഛൻ ഈ ശിവാനന്ദൻ നടത്തും. എന്നാ നടക്കട്ടെ. അമ്മേ, എന്നാലും നിങ്ങൾ സമ്മതിക്കണം ശിവാനന്ദം. ഏട്ടനോട് ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതെ നടക്കാൻ കഴിഞ്ഞല്ലോ. വല്ലാത്തൊരു കഴിവ് തന്നെ. അവനത്തെ അച്ഛനും ചെറിയച്ഛനും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് നീ എൻ്റെ മുൻപിൽ വാവിട്ട് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ? അന്ന് അമ്മ എന്താ പറഞ്ഞത്? നിന്റെ വിവാഹത്തിന് മുൻപ് ഇവരെ രണ്ടുപേരെയും അമ്മ ഒരുമിപ്പിക്കുമെന്നല്ലേ? ഞാൻ നിൽക്കുന്നു രണ്ടുപേരും. ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് ഇത്തിരി ക്രൂരത കാണിക്കേണ്ടി വന്നു. അത് ഇങ്ങനൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോ നളിനിയമ്മായി ഞങ്ങളോട് പറഞ്ഞത്? അത് വേറൊരാള് വഴി നളിനിയെ കൊണ്ട് ഞാൻ പറയിച്ചതാ.
അമ്മ അത് നിങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു ഇവനും. ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അല്ലേടാ? ആ, അല്ല കൂടപ്പിറപ്പുകൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലില്ല. ഇനി നിങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട് നിങ്ങൾക്ക് പരസ്പരം. നിങ്ങളുടെ രീതിയാണ് ശരി. ഒരു തലമുറ കലഹിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റണം. പേടിച്ചുപോയി, വല്ലാണ്ടങ്ങ് പേടിച്ചുപോയി. ജീവിതം കൈവിട്ടു പോകണമെന്ന് പോലും കരുതി. പക്ഷെ അതിന്റെ അവസാനം ഇങ്ങനൊരവസ്ഥയുണ്ടെന്ന് അറിഞ്ഞില്ല. ഇനിയിപ്പം ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാ, മനസ്സിനും ശരീരത്തിനും സദാനത്തിനും ബലമുണ്ട്. കാരണം എൻ്റെ അനിയൻ എൻ്റെ കൂടെയുണ്ട്. മോശം പിടിക്കാം. എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആ സുജാത ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി അവളോട് മിണ്ടുമ്പോ വെറുതെ ചെന്നിട്ട് കാര്യമില്ല. സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അടുത്ത ഒരാഴ്ച ഞാൻ നാട്ടിലുണ്ടാവില്ല. അമ്മ എവിടെ പോവാ? വളരെ മുൻപേ ഉള്ളൊരു നേർച്ചയാ. ഇവന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ക്ഷേത്രങ്ങളിലൊരു ദർശനം. അല്ല, എല്ലാവരും ഒരുമിച്ചാണോ? അല്ല, ഞങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളാ പോകുന്നത്. 6-7 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തും. സത്യം പറഞ്ഞ ഒരാഴ്ച മോളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അമ്മ പോകുന്നത് നിങ്ങളുടെ നല്ലതിനാ. മോള് വന്നിട്ട് വേണം. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു ചടങ്ങുണ്ട്. അതുകൂടി നടത്തിയാലേ എല്ലാം പൂർണ്ണമാവൂ. അതിന് നിങ്ങളും എല്ലാവരും വരണം. അച്ഛനും ചെറിയച്ഛനും ആങ്ങളെയും എല്ലാവരും സന്തോഷത്തോടെ എന്റെ മോളെ എനിക്കിങ്ങ് തന്നേക്കണം. അമ്മേ, ചായ കുടിച്ചിട്ട് വരും. കല്യാണം എപ്പോൾ വേണമെങ്കിലും നടത്താം, അത് നമ്മുടെ ഇഷ്ടം. പക്ഷേ അവർക്കൊരു ഉറപ്പ് കൊടുക്കണമല്ലോ. അത് വേണം. അമ്മാവനെതിരൊന്നുമില്ലല്ലോ. ഇത്രയും നാളും എനിക്കുണ്ടായിരുന്ന ദുഃഖം അവളുടെ ഈ രീതിയൊക്കെ വെച്ച് അവൾക്ക് ചേർന്നൊരാളെ കിട്ടുമെന്നായിരുന്നു. അല്ല, ഇപ്പൊ അവളുടെ സ്വഭാവമൊക്കെ മാറിയല്ലോ. ഞാൻ നോക്കിയിട്ട് വേണുവിനേക്കാൾ ചേർന്നൊരാലോചന അവൾക്കിന് വരാനുണ്ടോ? മാത്രമല്ല, നിങ്ങള് ചങ്ങാതിമാരല്ലേ. എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടായാല് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുമല്ലോ. അമ്മാവ, അവൻ നല്ലവനാ, ഒരു ദുശീലവുമില്ല. പിന്നെ അവന്റെ അച്ഛനെ അമ്മയും വിളിച്ചൊരു വാക്ക് പറയണം. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ ആലോചിക്കാം. അതിനു മുന്നേ ആദ്യം വീണയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, എടാ, നീ അവളോടൊന്ന് ചോദിക്കേ. ആ